നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വേനൽ അവധിക്കാലമാണ്. കുട്ടികൾ പ്രത്യേകിച്ച് സ്കൂൾ പഠനത്തിൻ്റെ തിക്കും തിരക്കൊക്കെ കഴിഞ്ഞ് ആഘോഷിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ ഒരു സമയങ്ങൾ മാതാപിതാക്കളെ സംബന്ധിച്ച് ഏറ്റവും നെഞ്ചിടിപ്പുള്ളൊരു സമയം കൂടിയാണ്. കാരണം കുട്ടികൾ ഇത്തരത്തിൽ കളിക്കാനായിട്ട് അപകടങ്ങൾ വിളിച്ചു വരുത്തുമോ എന്നുള്ളൊരു ഭയം ഉണ്ട്. കാരണം സാധാരണ ഈ ഒരു വെക്കേഷൻ സമയങ്ങളിലൊക്കെ തന്നെ കുട്ടികൾക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത് വളരെ അധികമാണ്. കാരണം രക്ഷിതാക്കൾ ജോലിക്ക് പോകുന്ന രക്ഷിതാക്കൾ ഉണ്ടാകാം. അപ്പോൾ അവർക്ക് കുട്ടികളെ കൃത്യമായിട്ട് നോക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ഏതായാലും ഇപ്പോൾ അമരാവതിയിൽ നിന്ന് വരുന്ന വാർത്തയും വളരെ ദുഃഖകരമാണ്. വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ വെള്ളച്ചാട്ടത്തിലേക്ക് വീണ 3 പെൺകുട്ടികൾ മുങ്ങി മരിച്ചിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസ് ഒക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. കാരണം ഒരു കുട്ടി അവരുടെ സുഹൃത്തായിരിക്കാം വീഡിയോ കരയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പാറപ്പുറത്ത് കയറി നിന്ന് വീഡിയോ എടുക്കുന്നു. മറ്റു 3 കുട്ടികൾ വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കഥകൾ പറയുന്നുണ്ട്, വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനിടയിലാണ് ഒരു സെക്കൻഡ് കൊണ്ടാണ് 3 പേർക്കും മരണം സംഭവിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ അല്ലൂരി ജില്ലയിലെ മുളുങ്കുമ്പി വെള്ളച്ചാട്ടത്തിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. ജാമ്പവല സ്വദേശികളായ തൃഷ 17 വയസ്സ്, രത്നകുമാരി 16 വയസ്സ്, പവിത്ര 16 വയസ്സ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. അവധിക്കാലം ആഘോഷിക്കുന്നതിനായി 5 പേരടങ്ങുന്ന സംഘമായാണ് ഇവർ വെള്ളച്ചാട്ടത്തിലേക്ക് പോയത്. വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനായി പെൺകുട്ടികളിൽ 3 പേർ അരുവിക്ക് നടുവിലുള്ള വലിയ പാറയിൽ കയറി നിന്നു. ഇതിനിടെ പാറക്കെട്ടിൽ കാൽ വഴുതി ഇവർ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. പ്രദേശവാസികൾ പെൺകുട്ടികളെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതിനകം തന്നെ മരണം സംഭവിച്ചിരുന്നു. പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് ആന്ധ്രാപ്രദേശിലെ അല്ലൂരി ജില്ല. നിരവധി മുങ്ങി മരണങ്ങളും അതിനോടൊപ്പം ഇവിടെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സുരക്ഷാ മുൻകരുതലുകൾ മറികടന്നാണ് പലരും വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് എന്നാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. സ്കൂളുകൾക്ക് വേനലവധിക്കാലം പ്രഖ്യാപിച്ചിരുന്നതിനാൽ എല്ലാ പെൺകുട്ടികളും പുറത്തുപോയിരുന്നു. വെള്ളച്ചാട്ടത്തിന് വലിപ്പം കുറവാണെങ്കിലും നീന്തൽ പരിചയമില്ലാത്തവർക്ക് ഇത് അപകടകരമാകുമെന്നാണ് അധികൃതർ അഭിപ്രായപ്പെടുന്നത്. കാരണം ഈ ഒരു വെള്ളച്ചാട്ടവും പുറമേ നിന്ന് കാണുമ്പോൾ വളരെ ശാന്തമായി തന്നെയാണ് കിടക്കുന്നത്. ഒരു അപകടം അവിടെ പതുങ്ങിയിരിപ്പുണ്ട് എന്ന് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാകില്ല. അതുപോലെയാണ് കിടക്കുന്നത്. പക്ഷേ പറയാൻ പറ്റില്ല. അടിയൊഴുക്കുകൾ ശക്തമായിട്ടുള്ള പല മേഖലകളുണ്ടാവും. അവിടെ പെടുമ്പോൾ ഒരു പക്ഷേ നീന്തൽ അറിയാമെങ്കിലും നമ്മൾ അപകടത്തിൽ പെടാനുള്ള സാധ്യത അവിടെ കൂടുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അനുഭവ സമ്പത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അപകടത്തിൽ പെടാനുള്ള സാധ്യതയുണ്ട്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. വേനൽ അവധിക്കാലമാണ് എന്ന് കരുതി അപകടം വിളിച്ചു വരുത്തരുത്. പല അപകടം നിറഞ്ഞ മേഖലകളിലേക്ക് പ്രത്യേകിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്.